വൈദികർ എന്തിനാണ് അൽമായരെ ഭയപ്പെടുന്നതും തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തുന്നതും? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇത്ര കാലം വരെ അത്. സിറോ മലബാർ സഭ അടിമുടി പുരോഹിത മേധാവിത്വം നിലനിൽക്കുന്ന സഭയാണെന്നതാണ് ഇതിന്റെ ഒരു വ്യക്തമായ ഉത്തരം. സഭാ നിയമപ്രകാരം ഭരണാധികാരം പുരോഹിതർക്കും മാത്രമാണ്. പള്ളി യോഗങ്ങളും പാസ്റ്ററൽ കൗൺസിലുമെല്ലാം ഉപദേശക സമിതികൾ മാത്രം, കടലാസ് സമിതികൾ മാത്രമാണ്. പക്ഷേ പുരോഹിത മേധാവികൾ ഒന്നോർക്കണം, സഭയുടെ ഭരണത്തിലുള്ള വിശ്വാസികളുടെ പങ്കാളിത്തം നിങ്ങൾ പുരോഹിതന്മാരുടെ ഔദാര്യമൊന്നുമല്ല. സിറോ മലബാർ സഭ വിശ്വാസികളുടേതാണ്. സഭ വിശ്വാസമാണ്. വിശ്വാസമാണ് സഭ എന്നത്. വിശ്വാസികൾ ലക്ഷോപലക്ഷമുണ്ട്. അതിൽ അവരുടെ പ്രതിനിധിയാണ് ഈ പുരോഹിതർ. കർത്താവിനും വിശ്വാസികൾക്കും ഇടയിലുള്ള കണ്ണിയാണിവർ. അവരുടെ ഇടയിൽ നിന്നും അവർക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ഈ പുരോഹിതർ. എന്താണ് സിറോ മലബാർ സഭയ്ക്ക് ഹിതം? പുരോഹിതരെ പുറത്താക്കിയുള്ള അൽമായ ഭരണമോ അൽമാരെ പുറത്താക്കിയുള്ള പുരോഹിത ഭരണമോ അല്ല. പുരോഹിതരും അൽമായരും സന്യസ്തരും എല്ലാം ചേർന്ന സഭയുടെ കൂട്ടായ ഭരണ നേതൃത്വമാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം സുതാര്യമാക്കണം. അത് തന്നെയാണ് ആദ്യം. ഒരിടത്തും ഒരു ആരോപണത്തിനുമുള്ള പഴുതുകൾ ഉണ്ടാകാൻ പാടില്ല. പള്ളി തലത്തിലുള്ള കണക്കുകൾ പള്ളി കമ്മിറ്റിയിൽ വായിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ രൂപതാ തലത്തിലെ കണക്കുകൾ, ചിലവുകൾ ഒക്കെ അൽമായരൊന്നും അറിയുന്നതില്ല. രൂപതയിലെ ചില വൈദികർ പോലും അറിയുന്നില്ല. ചർച്ച പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ രൂപതാ തലത്തിലും ഇടവക തലത്തിലുമുള്ള കമ്മിറ്റികളുടെ നീണ്ട ലിസ്റ്റ് സഭാ നേതൃത്വം എടുത്തങ്ങ് പുറത്തുവിടും. പാസ്റ്ററൽ കൗൺസിൽ, ഫിനാൻഷ്യൽ കൗൺസിൽ, പ്രസ്ബിറ്റൽ കൗൺസിൽ തുടങ്ങിയ ഘനഗംഭീരമായ പാശ്ചാത്യ വാക്കുകൾ ഉപയോഗിക്കുന്ന സമിതികളെല്ലാം വെറും കടലാസ് പുലികളാണ്, നോക്കുകുത്തികൾ. മെത്രാന്റെ ഗുഡ് ലിസ്റ്റിലുള്ള കുറെ വിദുഷർ ഒരുമിച്ച് കൂടി ചില തീരുമാനം എടുക്കും. അവർ കാപ്പി പിടിച്ച് സ്ഥിരം ഡീക്കന്മാർ ലത്തീൻ സഭയിൽ പോലും സാധാരണമായിട്ടും സിറോ മലബാറിലെ മെത്രാന്മാരും വൈദികരും എതിർക്കുന്നത് വൈദികർക്കും അൽമായർക്കും ഇടയിൽ ഡീക്കന്മാർ വന്നാൽ ഈ തീണ്ടാപ്പാടകലം കുറഞ്ഞു പോകുമെന്ന് ഭയന്നിട്ടാണ്. ഇക്കാര്യത്തിൽ ഓറിയന്റുകളും ഓറിയന്റൽ വിരുദ്ധരും ഒക്കെ തുല്യരാണ്. പൗരസ്ത്യ പാരമ്പര്യം പറയുന്ന മഹാന്മാർക്കും പള്ളിയോഗം എന്ന മഹത്തായ പാരമ്പര്യമൊന്നും വേണ്ട. പക്ഷേ വേണ്ടത് പള്ളിയോഗം തന്നെയാണ്. ഡീക്കന്മാരെ പോലെ അവർക്ക് വേണ്ട. ഇടവകക്കാരെ സോപ്പിട്ടോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ കാര്യങ്ങൾ നടത്തിയിരുന്ന വൈദികരുടെയും പുരോഹിതരുടെയും ഒക്കെ കാലം കഴിയാറായി. ഏറ്റവും നല്ല പുരോഹിതർ ആരായിരിക്കണം എന്ന പരിശീലനമാണ് സെമിനാരികളിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശീലനം അത് പ്രാവർത്തികമാക്കേണ്ടത് പുരോഹിതർ തന്നെയാണ് ഇടവകയിൽ, വിശ്വാസികളുടെ ഇടയിൽ. പള്ളിയോഗമാണ്, ശക്തമായ ഒരു പള്ളിയോഗമാണ് സഭയ്ക്ക് വേണ്ടത്. മെത്രാന്മാരും ജനാധിപത്യ ക്രമപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവരുമായ വൈദികരും സന്യസ്തരും അൽമായരും ചേരുന്ന മഹായോഗം. പ്രധാനപ്പെട്ട പൊതുകാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആരാധനാക്രമങ്ങളും ആത്മീയ കാര്യങ്ങളും ഒഴിച്ചുള്ള എല്ലാ കാര്യവും തീരുമാനിക്കേണ്ടത് ഈ പള്ളിയോഗമായിരിക്കണം. ആരാധനാ കാര്യങ്ങളും ക്രമങ്ങളും പരിശുദ്ധ മെത്രാന്മാർ തീരുമാനിക്കണം. അതിൽ അൽമാർ ഇടപെടാനും പാടില്ല. ഓരോ രൂപതയിലും പ്രാദേശിക യോഗങ്ങളും ഉണ്ടാകും. ഈ യോഗങ്ങൾ മലബാർ യോഗത്തിന്റെ മാതൃകയിൽ പ്രവർത്തിക്കണം. രൂപതാ തലത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളും യോഗം എടുത്തിരിക്കണം. അപ്പോൾ സമുദായ ശാക്തീകരണം യാഥാർത്ഥ്യമാകും. വൈദികർ അൽമായരെ ഭയപ്പെടുന്നത് അവസാനിപ്പിക്കും. അൽമായരെ തീണ്ടാപ്പാടാകലെ മാറ്റി നിർത്തുന്ന ആ മനോഭാവം, സമീപനം മാറും. സുതാര്യതയും ഐക്യവും സ്വാഭാവികമായും സഭയിൽ ഉദയം ചെയ്യും.